ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യം വീണ്ടും രൂക്ഷമാകുന്നു. ഓരോ ദിവസവും സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നു. നിലവിലെ സ്ഥിതിഗതികൾ പ്രവാസ ലോകത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയാണ്. ജോലി സുരക്ഷ, ശമ്പള സ്ഥിരത, ജീവൻ സുരക്ഷ, സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങിയ വെല്ലുവിളികൾ ഉയരാമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇതിനു പുറമെ സുരക്ഷാ ഭീഷണിയും പ്രധാന ഘടകമാണ്. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തുന്ന യുദ്ധം രൂക്ഷമാകുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറില്ലെന്നും ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ സർവത്ര നാശം വിതയ്ക്കും അല്ലെങ്കിൽ തിരിച്ചടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ശരിക്കും ലോകരാഷ്ട്രങ്ങളെയാകെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരവസരമാണ്. ഇപ്പോൾ ഗൾഫ് മേഖലയിൽ യുദ്ധ സാഹചര്യം വീണ്ടും രൂക്ഷമാകുകയാണ്. ശരിക്കും ആശങ്ക തന്നെയാണ് പ്രവാസ ലോകത്തിലുണ്ടായിരിക്കുന്നത്. ഓരോ ദിവസവും സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകളും ഞെട്ടിപ്പിക്കുന്നു. ജോലി സുരക്ഷ, ശമ്പള സ്ഥിരത, ജീവൻ സുരക്ഷ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഓരോ നിമിഷവും ഇരട്ടിയാകുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമായതോടെ ശരിക്കും കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തൊടുത്തുവിടുകയാണ്. അമേരിക്കയുടെ നടപടികൾക്ക് തിരിച്ചടിയായാണ് ഈ പ്രത്യാക്രമണം നടത്തുന്നത്. എന്നാൽ ഇത്തരം ആക്രമണങ്ങളിൽ ചിലത് വഴിതെറ്റി ജനവാസ മേഖലകളിലേക്കും എത്തുന്നുണ്ട്. വലിയ സുരക്ഷാ വെല്ലുവിളി തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം സമാന സംഭവങ്ങൾ അധികമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഘർഷം കൂടുതൽ വ്യാപിച്ച് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണ ഭീഷണി പടർന്നിരിക്കുകയാണ്. പ്രവാസികളുടെ ആശങ്ക ഇത് ഇരട്ടിയാക്കുന്നു. ജോലി നഷ്ടപ്പെടുക, ശമ്പളം വൈകുക അല്ലെങ്കിൽ ശമ്പളം ലഭിക്കാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളും ഇപ്പോഴുണ്ട്. മാത്രമല്ല, പ്രധാന കമ്പനികളുടെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുന്ന ഒരവസ്ഥ പോലും ഇപ്പോഴുണ്ടെന്നും പറയുന്നു. ഇത് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇതിനു പുറമെ സുരക്ഷാ ഭീഷണിയും പ്രധാന ആശങ്കയാണ്. ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളിൽ വിദഗ്ധരുടെയും പരിചയസമ്പന്നരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷം മാത്രം സുപ്രധാന തീരുമാനങ്ങൾ എടുത്താൽ മതിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതായത് തൊഴിൽരംഗത്ത് വലിയ നഷ്ടം തന്നെയാണ് പ്രവാസികളെ കാത്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ മിക്ക ആളുകളും നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം പോലും ഇപ്പോഴുണ്ട്. ഇതിനിടയിൽ യുദ്ധാന്തരീക്ഷം സാമ്പത്തിക വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. ഡോളറിന്റെയും ദിർഹത്തിന്റെയും മൂല്യം ഉയർന്നിരിക്കുകയാണ്. അതിനാൽ വിദേശ കറൻസി കൈവശമുള്ള പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കൂടുതൽ രൂപ ലഭിക്കുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. ഓഹരി വിപണികളിൽ ഇടിവും സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടവും തുടരുകയാണ്. അതിനാൽ ഡോളറിന്റെ കരുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഒരു വശത്ത് യുദ്ധം ശക്തിപ്പെടുന്നതിന്റെയും സുരക്ഷാ ആശങ്കകളും തൊഴിൽ അനിശ്ചിതത്വവും നിലനിൽക്കുമ്പോൾ മറുവശത്ത് വിദേശ നാണയത്തിന്റെ കരുത്ത് വർദ്ധിച്ചതിലൂടെ ചില പ്രവാസികൾക്ക് സാമ്പത്തികമായി കൂടുതൽ നേട്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മറുവശത്ത് ജോലി പോകുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി പ്രവാസികളാണുള്ളത്. എന്നാൽ നാട്ടിലേക്ക് വരാമെന്ന് ആലോചിച്ചാൽ ഉയർന്ന ടിക്കറ്റ് നിരക്കും വ്യോമയാന മേഖലയിലെ പ്രതിസന്ധിയും കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.